ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ സ്റ്റാർട്ടറായിട്ടും സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റുന്ന ചില്ലി മഷ്റൂമാണ് തയ്യാറാക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചില്ലി മഷ്റൂം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 200 ഗ്രാം മഷ്റൂമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം 4ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ്. അപ്പോൾ അതിൽ ചിലത് ഒത്തിരി വലുതാണ് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ അത് 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. തീരെ ചെറുതായി കട്ട് ചെയ്യേണ്ട. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരൽപ്പം ഉപ്പ് ഇത്രയും ചേർക്കുകയാണ്. ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിന് മൈദയും 2 ടേബിൾ സ്പൂൺ അളവിന് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ മഷ്റൂമിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അളവിന് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ മിക്സ് ചെയ്ത ശേഷം ഉടനെ തന്നെ നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ മുഴുവൻ മഷ്റൂമും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിന് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ മഷ്റൂം ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതവും, പച്ചമുളക് എരിവിനനുസരിച്ച് 2-3 എണ്ണം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോഴത്തേക്കും സ്പ്രിംഗ് ഓനിയൻ ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷനാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി അതും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ അതിനകത്തേക്ക് സോയ സോസ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കോൺഫ്ലോറും വെള്ളവും കൂടി ചേർത്ത മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളത്തിന് 1 ടീസ്പൂൺ കോൺഫ്ലോർ എന്നൊരു റേഷ്യോയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ അളവിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഒനിയൻ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, ഒനിയനും ഒരു ചെറുതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധിക സമയം കുക്ക് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. ചൂടായ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഹൈ ഫ്ലെയിമിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഓനിയനാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് സ്പ്രിംഗ് ഓനിയൻ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സ്റ്റാർട്ടറായിട്ടും അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഈ ഒരു ചില്ലി മഷ്റൂം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്